ഈസി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൂക്കൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണിത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ എടുക്കുക. അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് നന്നായിട്ട് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അത് അരിച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച നമ്മുടെ ശംഖുപുഷ്പം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കൂടാതെ ഞാൻ കുറച്ച് കസ്കസ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് ഐസ് ക്യൂബ്സും. നമുക്ക് ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്കസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടീസ്പൂൺ കസ്കസ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.